ഇറങ്ങി പൊക്കൂടെ വീട്ടിൽ നിന്ന് അച്ഛനെന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് കയറിക്കരുത്. മോളെ നീ അച്ഛനോട് ഇങ്ങനൊന്നും പറയില്ല. നീ ഇവിടെ ഇറക്കി വിട്ടാ ഞാൻ എവിടെ പോവാനാ? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ ഭർത്താവും പിള്ളേരോട് ഇവിടെ സമാധാനത്തോടെ ജീവിക്കാം. നിങ്ങൾ വല്ല വൃദ്ധസാധനം പോയി കിടക്ക്. മോളെ നീ അങ്ങനെ ഒന്നും പറയല്ലേ. നിന്റെ അമ്മ മരിച്ചിട്ട് ഞാൻ നിനക്ക് വേണ്ടിയില്ല ഇത്രയും കാലം ജീവിച്ചേ. അതുകൊണ്ട് മാത്രം ഞാൻ ഈ വീട്ടിൽ കയറ്റി ഒരു ഗ്ലാസ് ചായ തന്നു. ഇനി ആ ബന്ധം പറഞ്ഞ് ഇങ്ങോട്ട് കണ്ടേക്കരുത്. പൊക്കോളാം. വൃദ്ധസ്ഥാനത്തിലോട്ടോ അതൊരു ദൈവം മേളിലോട്ട് വിളിച്ച് അങ്ങോട്ടോ പൊക്കോളാം. മോളോട് ഞാൻ അവസാനത്തെ ആഗ്രഹം പറഞ്ഞില്ലേ, അത് സാധിച്ചു. ഞാൻ എവിടെയാന്ന് വെച്ചാ പൊക്കോളാം. അതെ ചേട്ടാ, ഇവിടെ എന്നെ ഇത്ര പ്രശ്നം. ഒന്നുമില്ല, എന്റെ മോളായിരുന്നു. ഞാനെല്ലാം കേട്ടായിരുന്നു ചേട്ടാ. മോളെ നീ ഒരു കാര്യം ഓർത്തോണം, ഇന്ന് നീ നിന്റെ അച്ഛനെ ഇറക്കി വിട്ടാ നാളെ നിന്റെ പിള്ളേർ നിന്നെ ഇറക്കി വിടും. കുഴപ്പമില്ല ചേട്ടാ, ഞാൻ അങ്ങനെയാണ് ഇറങ്ങിക്കോ. ആയിക്കോ, ഈ ചേട്ടന്റെ അവസാനത്തെ ആഗ്രഹം പോലും സാധിച്ചു കൊടുക്കാതെ ഇറക്കി വിടുന്നത്. ചേട്ടന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും. മതി മോനെ, ഗോവയ്ക്ക് പോകാനൊരു 2 ലക്ഷം. ഗോവയ്ക്ക് പോകാനോ? അതാണോ അവസാനത്തെ ആഗ്രഹം? പിന്നല്ലാതെ എന്റെ അമ്മ മരിച്ച് 2 മാസം കഴിഞ്ഞപ്പോ വീടും വിറ്റ് ഇങ്ങനെ പട്ടായിക്ക് പോയി. ഇപ്പൊ പൈസ തീർന്നു കഴിഞ്ഞപ്പോ ആദ്യം വന്നിരിക്കും എന്റെ ഭർത്താവിന്റെ വീടും വിറ്റ് ഗോവയ്ക്ക് പോണെന്ന്. മോനെ, ഇതാ എന്റെ ആഗ്രഹം. ഗോവയിൽ പോയി 2 മാതാമാരുടെ കൂടി ഇരുന്ന് കടലിലോട്ട് നോക്കി തിരയേണ്ടിയിരിക്കണം. മോൻ സാധിച്ചായിരുന്നില്ലേ? മോന്റെ ഇവിടെ എവിടെയാ? ആദായുള്ള സ്ഥലമാണോ? ഇനി ഒരു സത്യം പറയട്ടെ, ഞാൻ അനാഥനെ, എനിക്ക് വീടില്ല. ഞാൻ പാലത്തിന്റെ അടിയിലാണ് കിടന്നുറങ്ങുന്നത്. എന്നാ പോട്ടെ മങ്ങളെ. ചേട്ടാ ശരി എന്നാ.